നമസ്കാരം. മൈ പി എസ് സി ക്ലാസ് റൂമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഭരണഘടനയിൽ നിന്ന് മുൻകാല എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും കുറച്ച് ക്വസ്റ്റ്യൻ മുൻകാല എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആൾക്കാർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്? ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്? ആൻസർ ഓപ്ഷൻ ബി 7. ഓർമ്മിച്ചോണം, ആൻസർ 7. അപ്പോൾ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. നമുക്കറിയാം, 1978 44-ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ നിലവിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം 6. എന്നാൽ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 7. അടുത്ത ക്വസ്റ്റ്യൻ, ലോകസഭ നിലവിൽ വന്നത് ഓപ്ഷൻ ഡി 1952 ഏപ്രിൽ 17. ലോകസഭ നിലവിൽ വന്നത് എന്നാണ് 1952 ഏപ്രിൽ 17. നമുക്കറിയാം, പാർലമെൻറ്റിൻ്റെ അധോസഭ ലോവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ഹൗസ് ഓഫ് ദ പീപ്പിൾ ജനങ്ങളുടെ സഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. പാർലമെൻറ്റിൻ്റെ താൽക്കാലിക സഭ ടെമ്പററി ഹൗസ് എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ആ ലോകസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 17. അടുത്ത ക്വസ്റ്റ്യൻ, 73ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ പട്ടിക ഏതാണ്? 73ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ പട്ടിക. ഓപ്ഷൻ സി 11. ഓപ്ഷൻ സി 11. നമുക്കറിയാം, 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? പഞ്ചായത്തി രാജ്. 1992 73ാം ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്തി രാജിനെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 11ാം പട്ടികയിലാണ് പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ എത്രാം ഷെഡ്യൂളിലാണ് പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 11. അടുത്ത ക്വസ്റ്റ്യൻ, ലോകസഭയുടെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി കാലാവധി. ലോകസഭയുടെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി കാലാവധി. 6 മാസം. 6 മാസം. ലോകസഭയുടെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി കാലാവധി 6 മാസം. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റ് അംഗങ്ങൾ. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പാർലമെൻറ്റ് അംഗങ്ങൾ. ഭരണഘടനയിൽ എവിടെയാണ് പാർലമെൻറ്റ് സംയുക്ത സമ്മേളനങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഭരണഘടനയിൽ എവിടെയാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദനം 108. അനുച്ഛേദനം 108. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ ഉപരിസമിതി. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ ഉപരിസമിതി. രാജ്യസഭ. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ ഉപരിസമിതി രാജ്യസഭ.
നമുക്കറിയാം രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3 പാർലമെൻറ്റിൻ്റെ ഉപരിസഭ അപ്പർ ഹൗസ് അല്ലേ, പെർമനൻ്റ് ഹൗസ് സ്ഥിരം സഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സംസ്ഥാനങ്ങളുടെ സഭ, ഹൗസ് ഓഫ് എൽഡേഴ്സ് മുതിർന്നവരുടെ സഭ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? രാജ്യസഭയാണ്. അപ്പോൾ ഉപരിസമിതി അല്ലെങ്കിൽ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭ. ഹെബിയസ് കോർപ്പസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഹെബിയസ് കോർപ്പസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ശരീരം ഹാജരാക്കുക. ശരീരം ഹാജരാക്കുക. നമുക്കറിയാം റിട്ടുകൾ അല്ലേ, റിട്ടുകൾ എന്ന ആശയം നമ്മൾ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നിട്ടാണ്. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം 32-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ്. എന്നാൽ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം 226-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് ഭരണഘടന നൽകുന്നത്. അപ്പോൾ ഹെബിയസ് കോർപ്പസ് എന്ന റിട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരം ഹാജരാക്കുക. ശരീരം ഹാജരാക്കുക. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഡൽഹി ദേശീയ തലസ്ഥാനമായത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഡൽഹി ദേശീയ തലസ്ഥാനമായത്? 69-ാം ഭേദഗതി 1991. 69-ാം ഭേദഗതി 1991. ഏതാണ് പാർലമെൻറ്റിൻ്റെ ഏറ്റവും വലിയ കമ്മിറ്റി? ഏതാണ് പാർലമെൻറ്റിൻ്റെ ഏറ്റവും വലിയ കമ്മിറ്റി? എസ്റ്റിമേറ്റ് കമ്മിറ്റി. എസ്റ്റിമേറ്റ് കമ്മിറ്റി. ഏതാണ് പാർലമെൻറ്റിൻ്റെ ഏറ്റവും വലിയ കമ്മിറ്റി? എസ്റ്റിമേറ്റ് കമ്മിറ്റി. 101-ാം ഭേദഗതിയുടെ പ്രതിപാദ്യം എന്താണ്? 101-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്നത് എന്താണ്? GST. നമുക്കറിയാം GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് 101-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നത്. ബെറുബാരി കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വർഷം. ബെറുബാരി കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വർഷം 1960. 1960. ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകൾ പരാമർശിച്ചിരിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ പരാമർശിക്കപ്പെടുന്നത്? ഭാഗം 4A. ഭാഗം 4A. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത KK ഉഷ. KK ഉഷ. അടുത്ത ക്വസ്റ്റ്യൻ. നിയമത്തിനു മുന്നിൽ എല്ലാ പേരും തുല്യരാണ് പ്രസ്താവിക്കുന്ന അനുച്ഛേദം. നിയമത്തിനു മുന്നിൽ എല്ലാ പേരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദനം. അനുച്ഛേദം 14. അനുച്ഛേദം 14. നിയമത്തിനു മുന്നിൽ എല്ലാ പേരും തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 14. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12. സർക്കാർ ജോലികളിൽ അവസര സമത്വം നൽകുന്ന അനുച്ഛേദം. സർക്കാർ ജോലികളിൽ അവസര സമത്വം നൽകുന്ന അനുച്ഛേദം.
അനുച്ഛേദം 16. അനുച്ഛേദം 16. ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ. മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം. മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11. 11. ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അനുച്ഛേദം 19. ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അനുച്ഛേദം 19 ഇ. അനുച്ഛേദം 19 ഇ. ഓപ്ഷൻ സി ആണ്. 19 ഇ. ഒരാളെ അറസ്റ്റ് ചെയ്താൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കേണ്ട സമയദൈർഘ്യം. ഒരാളെ അറസ്റ്റ് ചെയ്താൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കേണ്ട സമയദൈർഘ്യം 24 മണിക്കൂർ. 24 മണിക്കൂർ. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം. അനുച്ഛേദം 21. അനുച്ഛേദം 21. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രാഷ്ട്രപതി ഭരണം എന്ന പേരിലും അറിയപ്പെടുന്ന അടിയന്തരാവസ്ഥ. രാഷ്ട്രപതി ഭരണം എന്ന പേരിലും അറിയപ്പെടുന്ന അടിയന്തരാവസ്ഥ. സംസ്ഥാന അടിയന്തരാവസ്ഥ. സംസ്ഥാന അടിയന്തരാവസ്ഥ. രണ്ടാമത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ പ്രതിരോധ മന്ത്രി ആയിരുന്നത്. രണ്ടാമത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ പ്രതിരോധ മന്ത്രി ആയിരുന്നത് ജഗജീവൻ റാം. ജഗജീവൻ റാം. കൂട്ടുകാർക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് മുൻകാല എക്സാമുകളിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീണ്ടും വീണ്ടും കേട്ട് മനസ്സിലാക്കുക. നമ്മളിതിൻ്റെ പാർട്ട് 1 നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ വീണ്ടും ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇടുന്നതാണ്.